നമസ്കാരം. ജയശങ്കർ വള്ളുവനാട് മാട്രിമോണിയൽ ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി അഞ്ജലി എൻ പി എന്ന് പറയുന്നു. രേവതി നക്ഷത്രം, നോൺ മാച്ചിങ് സ്റ്റാർ എഴുതിയിട്ടുണ്ട്. മകം ഭരണി നോൺ മാച്ചിങ് ആണെന്നുള്ളത്. ഒരു ദോഷം കാട്ടിയിട്ടുണ്ട് പ്രൊഫൈലിൽ. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. അരദോഷം, ഒരു ദോഷം, 1.5 ദോഷം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രൊഫൈലിൽ കാട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഓരോ ജ്യോത്സ്യൻ നോക്കുന്ന രീതിയാണ്. ചിലർ നോക്കുമ്പോൾ അത് 2 ദോഷം ഉണ്ടാവും, ചിലർ നോക്കുമ്പോൾ 1 ദോഷമായിരിക്കും, ചിലർ നോക്കുമ്പോൾ 1.5 ദോഷമായിരിക്കും, ചിലർ നോക്കുമ്പോൾ ശുദ്ധജാതകമായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോ ജ്യോത്സ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഒരിക്കലും ഇത് തന്നെയാണ് ഫൈനൽ, അതുകൊണ്ട് നമ്മൾ നോക്കാതിരിക്കേണ്ട എന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ ഒരു ദോഷമാണ് കാട്ടിയിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ അരദോഷം ആൺകുട്ടികൾ നോക്കാം, 1.5 ദോഷംകാരും നോക്കാം, 1 ദോഷംകാരും നോക്കാം, ഒക്കെ നോക്കാം. കാരണം അത് ചിലപ്പോൾ ഒക്കെ അങ്ങ് മാച്ചാവും. അപ്പോൾ നിങ്ങൾ അതിങ്ങനെ കണ്ടിട്ട് അയ്യോ അത് ചേരില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ വീണ്ടും അഞ്ജലിയെക്കുറിച്ച് പറയാം. അഞ്ജലി NP. ഈ കുട്ടിയുടെ നാള് വന്നിട്ട് രേവതി, മകം ഭരണി നോൺ മാച്ചിങ് സ്റ്റാർസാണ്. കിരിയത്തിൽ നായറാണ് അവർ. ഷൊർണൂർ കൊളപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തായിട്ട് കവളപ്പാറ എന്ന് പറഞ്ഞിട്ടുണ്ട്. കവളപ്പാറ അവിടെയാണ് ഈ കുട്ടി താമസിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ അമ്മയൊക്കെ താമസിക്കുന്നത് കവളപ്പാറയാണ്. അമ്മയുടെ പേര് പ്രസന്ന, അച്ഛൻ ബാലചന്ദ്രൻ. അച്ഛൻ റിട്ടയർഡ് ആർമി ഓഫീസറാണ്. ഇവർക്ക് ഒരു മകളാണ്. ഈ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് പറയാം. ബികോം എടുത്തിട്ടുണ്ട്. ദെൻ MBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായിരിക്കുന്നു. ആൻഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ്ങിൽ ഡിപ്ലോമയും പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷനാണ് ആ കുട്ടിക്ക്. ഇപ്പോൾ MCOM ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BCom, MBA, MCOM പഠിക്കുന്നത് അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി എന്നാണ്, കൊച്ചി ക്യാമ്പസിൽ നിന്നാണ് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഈ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ടൊന്ന് പറയാം. 5'5" ആ കുട്ടിയുടെ ഹൈറ്റ്, 63 kg വെയിറ്റ്. ഞാൻ ഒരിക്കൽ കൂടെ അഞ്ജലി NP കുറിച്ച് പറയാം. രേവതി നക്ഷത്രം, മകം ഭരണി യോജിക്കില്ല, ചേർക്കാൻ പറ്റില്ല. കിരിയത്തിൽ നായരാണ്. ഷൊർണൂരിനടുത്ത് കൊളപ്പള്ളിക്ക് അടുത്തായിട്ട് കവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുട്ടിയുടെ താമസം. അച്ഛൻ റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ, അമ്മ ഹൗസ് വൈഫ്. ഈ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് BCom, MBA, ഇപ്പോൾ MCOM ചെയ്തുകൊണ്ടിരിക്കുന്നു അമൃത വിശ്വവിദ്യാപീഠത്തിൽ. ഈ കുട്ടിയുടെ വയസ്സ് വന്നിട്ട് 27 വയസ്സാണ്. 27 വയസ്സ്. പിന്നെ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് അതും ഉണ്ട്. അപ്പോൾ BCom, MBA, MCOM പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഡിപ്ലോമയും ഉണ്ട്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ള കുട്ടിയാണ്. ഹൈറ്റ് വന്നിട്ട് 5'5", വെയിറ്റ് വന്നിട്ട് 63 kg. ഈ കുട്ടിയും അച്ഛനും എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു ആ കുട്ടിയായിട്ട്. ഒരു 27 വയസ്സ് ആണ് പറയുന്നതെങ്കിൽ പോലും നല്ല ഒരു പക്വത വന്നിട്ടുള്ള, 27 വയസ്സുകാർക്ക് പക്വത ഇല്ല എന്നല്ല ഞാൻ പറയേണ്ട അർത്ഥം, പക്ഷെ നല്ലൊരു പക്വത തോന്നി. സാധാരണഗതിയിൽ ആ ഒരു ഏജിലുള്ള കുട്ടികളെ നമ്മൾ അത്ര പക്വത എനിക്ക് തോന്നാറില്ല.
അപ്പോൾ നല്ലൊരു പക്വതയോട് കൂടിയിട്ടുള്ള സംസാരം, കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു കഴിവ്, അതായത് ആ കുട്ടിക്ക് ഇന്ന റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അവൾ പറഞ്ഞു, എനിക്ക് UAE-യിലാണ് ഞാൻ നോക്കുന്നത്. UAE-യിലുള്ള ക്വാളിഫൈഡ് PG ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് അഞ്ജലി നോക്കുന്നത്. അതായത് മറ്റുള്ളവർ വിളിക്കേണ്ട ആവശ്യമില്ല. UAE-യിൽ ജോലി ചെയ്യുന്ന PG പാസ്സായിട്ടുള്ള കുട്ടികളെ മാത്രമേ നോക്കുന്നുള്ളൂ. ആയതിനാൽ മറ്റുള്ളവർ അവരെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞ്, ആ കുട്ടിക്ക് ഇത്രയും റിക്വയർമെൻറ്റ്, ഈ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ജാതകം അവർ നോക്കും, ജാതകം നിർബന്ധമാണ്, അവർ നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഞ്ജലിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നല്ല ഒരു കുട്ടി, നല്ലൊരു ഫാമിലി, അതായത് ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ്റെ ഫാമിലി എങ്ങനെയായിരിക്കും നമുക്ക് തന്നെ ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡിസിപ്ലിൻ ലൈഫാണ്. അവർ അച്ഛനൊക്കെ വളരെയധികം ഒരു ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നല്ല ഒരു എക്സലൻറ്റ് ഫാമിലി. അപ്പോൾ UAE-യിൽ PG പാസ്സായിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാലചന്ദ്രൻ സാറിനെ കോൺടാക്ട് ചെയ്യുക. അഞ്ജലിയുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാം. അവരുടെ ഡീറ്റെയിലുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ തരുന്നതായിരിക്കും. വള്ളുവനാട് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് നിന്ന് നമ്പർ വാങ്ങിക്കുക. ഇനി ആൾറെഡി രജിസ്റ്റേർഡ് ആണെച്ചാൽ റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ വീഡിയോകളിലും ആവർത്തിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു 3-4 കാര്യം ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കുകയാണ്. അതായത് വീട്ടിൽ ആർക്കെങ്കിലും വിവാഹം നോക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുമായിട്ട്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അച്ഛനമ്മമാർ നന്നായിട്ടൊന്ന് സംസാരിക്കാൻ. എന്താണ് ഈ നന്നായിട്ട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് പല തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഹൈറ്റ്, വെയ്റ്റ്, ജോബ്, ഈ വക പല കാര്യങ്ങളും ഇവർക്ക് പറയാനുണ്ടാകും. ജോബ് ലൊക്കേഷൻ ഇന്നതായിരിക്കണം, ഹൈറ്റ് ഇത്ര വേണം, വെയ്റ്റ് ഇത്ര ആവണം, എഡ്യൂക്കേഷൻ ഏകദേശം ഇന്നത് ആവണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആ കുട്ടികൾക്ക് പറയാനുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും എല്ലാവരും കൂടി ഇരുന്ന് ഇതൊന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും, അല്ലെങ്കിൽ ആരാണോ ഈ കുട്ടിയുടെ വിവാഹം നോക്കുന്നത് വെച്ചാൽ അവർക്കൊരു ഐഡിയ കിട്ടും. മകൾക്ക് അല്ലെങ്കിൽ മകന് എന്തൊക്കെ തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. 100% ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ശ്രമിക്കാം. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഏരിയയിലുള്ള, നിങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെയുള്ള ഏരിയയിൽ മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ധാരാളം കോളുകൾ വരും. ഈ കോളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുക. ആദ്യം മനസ്സിലാക്കേണ്ടത് ജാതകത്തിനെ കുറിച്ച് വളരെ വളരെ കുറച്ച് സംസാരിക്കുക. എല്ലാ രക്ഷിതാക്കളും ജാതകത്തിൻ്റെ വർത്തമാനം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരൊക്കെ ജ്യോതിഷ പണ്ഡിതന്മാരാണെന്ന് തോന്നിപ്പോകും. ഞാൻ പലപ്പോഴും രക്ഷിതാക്കളോട് ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്, ഇതെന്താണ് പറയുന്നത്? അപ്പോൾ അവർ പറയും, അയ്യോ ഇത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, ഞങ്ങൾ പണിക്കര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ജ്യോതിഷൻ പറഞ്ഞിട്ടുള്ള വിവരമാണ് ഞങ്ങൾ ഈ പറയുന്നത്. നമുക്ക് അങ്ങനെ പോരാ. നമ്മൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. 7 ചൊവ്വ, അരദോഷം, ഒരു ദോഷം, രാഹുദോഷം, ചൊവ്വാദോഷം, ശുദ്ധജാതകം, ഇങ്ങനെയൊക്കെ പറയുന്ന പേരൻസിനെ ഞാൻ ധാരാളം കാണുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും അറിയാത്ത ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവും. അയ്യോ ഇതെന്താണ് 7 ചൊവ്വ,
ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിചാരിക്കും പേടിച്ചിട്ട് അയ്യോ ഇത് വേണ്ടതാ. ആക്ച്വലി ഇത് ഒന്നും ഉണ്ടാവില്ല, വളരെ നല്ലൊരു കേസായിരിക്കാം, ചിലപ്പോൾ ആ ജാതകമൊക്കെ നല്ല ഇതായിരിക്കാം. പക്ഷെ നിങ്ങൾ പറഞ്ഞു വരുമ്പോഴേക്കും അത് പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് പലപ്പോഴും. ഒരു കാരണവശാലും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അറിയില്ലെങ്കിൽ അറിയില്ല, ഞങ്ങൾ പണിക്കരെ കൊണ്ട് നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ ജ്യോതിഷനെ കൊണ്ട് നോക്കിച്ചോളാം, നിങ്ങളും അതുപോലെ ചെയ്യൂ എന്ന് പറയുന്നതാണ് ഉത്തമം. ഈ ദോഷം ഞാൻ എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ദോഷമുണ്ട് അരദോഷമുണ്ടെന്നൊക്കെ പറയുന്നത് അത് ഓരോ ജോൾസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ഞാൻ നോക്കുമ്പോൾ 2 ദോഷം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ വേറൊരാൾ നോക്കുകയാണെങ്കിൽ ഒരു ദോഷമായിരിക്കും കിട്ടുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ 1.5 ദോഷമായിരിക്കും, ചിലപ്പോൾ ശുദ്ധജാതകമാവാം. ഇതൊക്കെ ഓരോരുത്തരുടെ നോക്കലിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ആ എക്സ്പീരിയൻസിൻ്റെ ബലത്തിലാണ് ഇതൊക്കെ കൂടും കുറയും ചെയ്യുന്നത്. അപ്പോൾ അതൊരു 100% അതൊന്നും ഒരു മുഖവിലക്ക് എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2, 3, 4 പണിക്കർ, ഇപ്പം 2 ഫാമിലിക്കും ഓക്കെ ആയി, ഫോട്ടോ കണ്ടു, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഓക്കെ ആയി, അടുത്തതാണ് നമ്മൾ ജാതകം നോക്കുന്നൊരു സാഹചര്യം വരുന്നത്. ജാതകം നോക്കുന്ന സമയത്ത് 2, 3, 4 പണിക്കരടുത്തെങ്കിലും പോകണം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറയുകയാണ് ആ ഓക്കെ ഇത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ടതില്ല, അത് വെച്ച് മുന്നോട്ട് പോവുക. നമ്മളിനി വേറൊരു പണിക്കരടുത്ത് പോയിട്ട് അല്ലെങ്കിൽ വേറൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് ഇതൊന്നും കൂടി ഉറപ്പാക്കേണ്ട പരിപാടി വേണ്ട. ഇതെല്ലാം ഒരു വിശ്വാസമാണ്, ആ വിശ്വാസമായിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മൾ അതിൽ റിസർച്ച് നടത്തേണ്ട കാര്യമില്ല. ആദ്യം ചെയ്യേണ്ടത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ഒരു പോയിന്റ് വിട്ടുപോയി. അതായത് നമ്മൾ മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ ദൈവവിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അമ്മയുടെ തറവാട്ടിൽ വല്ല ദൈവികമായിട്ടുള്ള വല്ല അമ്പലങ്ങൾ അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ, കുടുംബക്ഷേത്രം, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പം ചില ദിക്കിൽ വെളുത്തങ്കാവ് എന്നൊക്കെ പറയും, നമ്മുടെ ഈ ഒറ്റപ്പാലം ഭാഗത്തൊക്കെ വെളുത്തങ്കാവ് എന്നൊക്കെ പറയും. അത് നാഗങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഈ നാഗങ്ങളുണ്ടെങ്കിൽ അവർക്കൊരു നെയ്വിളക്കൊക്കെ കൊളുത്തി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോരുക. അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നിങ്ങൾക്ക്. ഇനി എല്ലാം ജാതകം ഓക്കെ ആയി, ഫോട്ടോ ഇഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പെണ്ണ് കാണൽ ചടങ്ങാണ്. ഒരു കാരണവശാലും പെണ്ണ് കാണൽ ചടങ്ങ് ഒരു വളരെ സ്പീഡായിട്ട് ചെയ്യരുത്. ആദ്യം ഈ കുട്ടികൾ തമ്മിൽ ഒരു 15 ദിവസം തൊട്ട് മേപ്പോട്ട് എത്ര വേണമെങ്കിലും അവർ വാട്സപ്പ് ചാറ്റിൽ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യട്ടെ. ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം 2 പേരും കംഫർട്ട് ആണെങ്കിൽ മാത്രമേ പെണ്ണ് കാണാൻ ചടങ്ങിന് പോകാവൂ. ചാടിക്കേറി പെണ്ണ് കാണാൻ ചടങ്ങിന് പോയി എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വേണ്ട എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉത്തമം ഇവർ പെണ്ണ് കാണാൻ ചടങ്ങിൻ്റെ മുന്നേ ആയിട്ട് പുറത്ത് വെച്ച് കാണണം. വാട്സാപ്പ് ചാറ്റിൽ കൂടെ ഒരു 15 ദിവസമെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. അതിനുശേഷം മതി പുറത്ത് വെച്ച് കാണൽ. പുറത്ത് വെച്ച് കാണുമ്പോൾ കൃത്യമായിട്ട് ഇവർ സംസാരിക്കുക എല്ലാ കാര്യങ്ങളും. എന്താണ് ഈ സംസാരിക്കേണ്ട പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ, അമ്മ, വീട്, സ്ഥലം, കുടുംബം, ഈ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം എഡ്യൂക്കേഷൻ ഏത് കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്, എന്തായിരുന്നു സബ്ജക്റ്റ്, ഈ വക കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം മൂന്നാമത് വല്ല മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചോദിക്കുക. ലോങ് ടൈം മെഡിസിൻ ആയിരിക്കാം, ചിലപ്പോൾ ഷോർട്ട് ടൈം മെഡിസിൻ ആവാം, ചിലപ്പോൾ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ആവാം, എന്തോ ആയിക്കോട്ടെ, അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി. നാലാമത്തെ കാര്യം, അമിതമായ ബാങ്ക് ലോൺസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം. സാലറി 1 ലക്ഷം റുപ്യ സാലറി ഉണ്ട്, 80,000 രൂപ EMI ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ജോലി ചെയ്തുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല.
അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അച്ഛനമ്മമാർക്ക് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവും, പക്ഷെ കുട്ടികൾ തമ്മിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഡിസ്കസ് ചെയ്യണം. ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പായി മാറണം. നിങ്ങളൊരു കംഫർട്ട് ലെവലായി കഴിഞ്ഞു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പെണ്ണ് കാണാൻ പോകാം. അതിനു മുന്നേ ദയവ് ചെയ്ത് പോകരുത്. കാരണം ഒരു കംഫർട്ട് അല്ലാത്ത വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയെ കാണാനായിട്ട് പോകുന്നത് അത്ര ഒരു നല്ല പരിപാടിയല്ല. വാട്സാപ്പ് ചാറ്റ് ചെയ്തതിന് ശേഷം നല്ല ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കാണണം. ഏതെങ്കിലും കോഫി ഹൗസിൽ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് സംസാരിക്കുക. ഈ കാര്യങ്ങൾ നന്നായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. കുഴപ്പമില്ല, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, വലിയ കള്ളത്തരങ്ങളൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു, എഡ്യൂക്കേഷനെ പറ്റിയും ജോബിനെ പറ്റിയും അത്യാവശ്യം എല്ലാ കാര്യങ്ങളെ പറ്റിയും നല്ല അവയർനെസ് ഉണ്ട് എന്നുള്ളൊരു ബോധം വരും. നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആവും, നിങ്ങളൊരു കംഫർട്ട് ലെവലാവും. അതിനുശേഷം മാത്രമേ നിങ്ങൾ പെണ്ണ് കാണാൻ ചടങ്ങിന് പോവാവൂ. ആ ചടങ്ങ് ഒരു ചടങ്ങ് മാത്രമായിരിക്കണം. ഒരു കാരണവശാലും അത് വലിയൊരു സംഭവമാക്കി മാറ്റണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാകും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണി.